ഡേ, പെട്ടെന്ന് റെഡിയാവും, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. എവിടെ പോവാനേട്ടാ? ഇപ്പൊ എവിടാണെന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ നീ വരുത്തോളൂ. അങ്ങനെയല്ല ഏട്ടാ, ഈ ഒരു അവസ്ഥയില് നമ്മൾ എവിടെയാ പോകുന്നതെന്ന് കൂടി അറിയാനായിരുന്നു. കാര്യമൊക്കെ പോയിട്ട് വന്ന് ഞാൻ പറയുന്നുണ്ട്. നീ റെഡിയായി നിൽക്കുക. എന്തായാലും ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരുമ്പോഴത്തെ റെഡി ആയിട്ട് നിൽക്ക്. പോയിട്ട് വരാം എന്തായാലും. അല്ല ഏട്ടാ, നമ്മള് എവിടെയാ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. കാര്യം അറിഞ്ഞാൽ മാത്രമേ വരുത്തോളുന്നുണ്ടോ? എങ്കിൽ കാര്യം കേട്ടോ. എനിക്ക് നിന്റെ ഈ കൊച്ചിനെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. നിന്നെ തന്നെ സഹിക്കുന്ന എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തുള്ളൂ. നിന്നെ ഞാൻ കിട്ടിയ സമയത്ത് ഞാൻ വിചാരിച്ചു നിന്റെ വീട്ടുകാർ എന്തെങ്കിലും കൊണ്ട് തരും എന്നുള്ളത്. ഇത് ഒരു ആക്സിഡന്റ് എല്ലാം ഒറ്റയടിക്ക് പോയി. ഇതിന് ഒരെണ്ണത്തിനെ മാത്രം ബാക്കി വെച്ച്. ഇത് അവർക്ക് പോയപ്പോൾ ഈ ചേച്ചിയുടെ കൂടെ അതിനെയും കൊണ്ടുപോയി കൂടായിരുന്ന. നിന്റെ ചേച്ചിയുടെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ കെട്ടിക്കൊണ്ടുവന്നത്, അല്ലല്ലോ. എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ ഇതിനെ കൊണ്ട് കളയുന്നു, അത്രേ ഉള്ളൂ. എന്തോ പറയുന്നത്? ഇതൊരു കുഞ്ഞല്ലേ, എന്റെ ചേച്ചിയുടെ കുഞ്ഞല്ലേട്ടാ. ഇവനെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കേട്ടാ? എന്നോട് ഇത്രയും മനസ്സ് കാണിച്ചോടേട്ടാ. എന്നെ കൊണ്ട് പറ്റത്തില്ല നോക്കാനായിട്ട്. എന്നെ കൊണ്ട് പറ്റത്തില്ല. നിന്നെ തന്നെ നോക്കുന്നതിന്റെ പാട് എനിക്ക് അറിയത്തുള്ളൂ. ഞാൻ നോക്കിക്കോളാം എന്റെ കുഞ്ഞിനെ, വേറെ ആരും നോക്കണ്ട. അപ്പൊ നിനക്ക് ചെലവിനായിരുന്ന ആരാ? ഞാൻ തന്നെയല്ലേ നിനക്കും തരേണ്ടത്. ഏട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കാം, അവര് നോക്കിക്കോട്ടെ. എന്തായാലും ഇതിന്റെയും കൂടി ബാധ്യത കയറ്റി വെക്കാൻ എനിക്ക് കൊണ്ട് വയ്യ. നിനക്ക് തന്നെ ചെലവാകുന്നുണ്ട് നല്ലൊരു എമൗണ്ട്. ഇനി ഇതിനെയും കൂടി ഞാൻ നോക്കണോ? എന്നെ കൊണ്ട് കഴിയത്തില്ല. എന്തായാലും ഞാൻ പുറത്തു പോയിട്ട് വരുമ്പോഴത്തെ റെഡിയായി നിന്നോണം. അതല്ലെന്നുണ്ടെങ്കിൽ എന്റെ മറ്റൊരു സ്വഭാവമായിരിക്കും നീ കാണുന്നത്.